നമസ്കാരം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകമെമ്പാടുമുള്ള സിദ്ധന്മാർ സിദ്ധവൈദ്യം പഠിച്ചിറങ്ങിയ അഗസ്ത്യ മഹർഷിയുടെ മരുത്വ ഗവേഷണ സർവകലാശാലയും ലോകത്തിലാദ്യമായി അഗസ്ത്യ മഹർഷി മൂലികകളാൽ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തിയ സ്ഥലവുമായ തോരണമലയെക്കുറിച്ചും അവിടെയുള്ള മുരുകൻ കോവിലിനെ കുറിച്ചും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு തോരണമല മുരുകൻ കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ കടയം എന്ന പ്രദേശത്തിനടുത്തുള്ള തോരണമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ ഏകനായി ഏകമുഖത്തോടെ ബാലമുരുകനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി വള്ളിദേവ്യാനി സമേത മുരുകനാണ്. സിദ്ധന്മാരുടെ ആധിക്യം കൂടുതലുള്ള മലയായാണ് തോരണമല അറിയപ്പെടുന്നത്. ഇതൊരു മരുത്വ ഗവേഷണശാലയായും ആയിരക്കണക്കിന് സിദ്ധന്മാർ മരുത്വം പഠിച്ചിറങ്ങിയ പാഠശാലയുമായിരുന്നെന്നാണ് പറയുന്നത്. അതിനുദാഹരണമാണ് ഇവിടെയുള്ള പാറകളിൽ കാണപ്പെടുന്ന സിദ്ധന്മാർ മരുന്ന് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന ധാരാളം കുഴികൾ. തോരണമല മുരുകനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സർവ്വരോഗ നിവാരണമാണ് ഫലം. രോഗികളും ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാരും നീറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളും ഇവിടം സന്ദർശിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു പോയാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നത് ഇന്നും ഇവിടെ നടക്കുന്ന അതിശയങ്ങളിൽ ഒന്നാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അഗസ്ത്യ മഹർഷിയുടെ അക്കാലത്തെ 1000 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഇടമാണ് തോരണമല എന്നാണ് പുരാണങ്ങൾ. അഗസ്ത്യ മഹർഷിയും തേരയർ സിദ്ധരും തപസിരുന്ന ജനങ്ങളുടെ ആരോഗ്യ ജീവിതത്തിനായി സിദ്ധമൂലികകൾ കൊണ്ട് ഗവേഷണം നടത്തിയ ദൈവിക മലയാണ് തോരണമല. ഈ മല പടിഞ്ഞാറ് തുടർച്ചി മലയുടെ ഭാഗമായ പൊതികമലയുടെ ഒരു പകുതിയാണ്. സുമാർ 800 അടി ഉയരമുള്ള ഈ മലയിൽ കുടികൊണ്ടിരിക്കുന്ന മുരുക ഭഗവാനെ കാണാൻ 1193 പടികൾ കയറണം. ഏകദേശം 6.5 കിലോമീറ്റർ ദൂരമുള്ള തോരണമലയെ ചുറ്റിയുള്ള ഗിരിവലം ഭക്തർ പൗർണമി നാളുകളിൽ ഹരോഹര ഘോഷത്തോടെ ആരംഭിച്ച് കോവിലിൽ നടക്കുന്ന അന്നദാനത്തിൽ പങ്കുകൊണ്ട ശേഷം പിരിഞ്ഞുപോകുന്നു. ഈ മലയിൽ വ്യത്യസ്ത രുചികളിലുള്ള 64 തീർത്ഥങ്ങളും തേരയർ സിദ്ധരുടെ സമാധി സ്ഥലമടക്കമുള്ള പല ഗുഹകളുമുണ്ട്. തോരണം എന്ന വാക്കിന് ഗംഭീരം എന്നൊരർത്ഥമുണ്ട്. തോരണമലയ്ക്ക് തെക്കുഭാഗത്ത് രാമാനദിയും വടക്ക് ജംബു നദിയും തോരണം പോലെ മലയെ ചുറ്റി ഒഴുകുന്നതിനാലും കാഴ്ചയിൽ ഈ മല ആന തുമ്പിക്കൈ നീട്ടി ഇരിക്കുന്നത് പോലെ ഗംഭീരമായി തോന്നുന്നതിനാലും വാരണം എന്നാൽ തമിഴിൽ ആന എന്നർത്ഥത്തിൽ വാരണമലയെന്നും കാലക്രമേണ തോരണമലയെന്നും അറിയപ്പെട്ടതായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ലോകത്തിൽ തന്നെ ആദ്യമായി തോരണമലയിൽ വെച്ച് മസ്തിഷ്ക ശസ്ത്രക്രിയ, അതായത് ഓപ്പൺ സ്കൾ സർജറി, ആയുർവേദ മൂലികകൾ ഉപയോഗിച്ച് അഗസ്ത്യ മഹർഷി നടത്തിയതിന് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. കൈലാസത്തിൽ വെച്ച് ശിവപാർവതിമാരുടെ വിവാഹം നടന്നപ്പോൾ അവിടെ ഒത്തുകൂടിയ ഋഷീശ്വരന്മാരാലും ദേവലോകവാസികളാലും ഭൂമിയുടെ വടക്കുഭാഗം താഴ്ന്ന് തെക്കുഭാഗം ഉയർന്നു. അന്നേരം ഭൂമിയുടെ സന്തുലിതാവസ്ഥ ശരിയാക്കാനായി ശിവഭഗവാൻ അഗസ്ത്യരെ തെന്തിശിയിലേക്ക് അയച്ചു. ഈശന്റെയും ഉമയമ്മയുടെയും വിവാഹം തനിക്ക് കാണാനാവില്ലല്ലോ എന്ന് അഗസ്ത്യർ ഭഗവാനോട് സങ്കടപ്പെട്ടപ്പോൾ അഗസ്ത്യർ ഇരിക്കുന്നിടത്ത് വിവാഹവേഷത്തിൽ ദർശനം തരാമെന്ന് ഭഗവാൻ ഉപദേശിച്ചു. തെന്തിശിയിലേക്ക് പോകുന്ന അഗസ്ത്യരോട് 5 കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചതോടൊപ്പം ആദിമൊഴിയായ തമിഴും അഗസ്ത്യർക്ക് ഉപദേശിച്ചതായാണ് പുരാണങ്ങളിൽ പരാമർശം. 5 കാര്യങ്ങളിൽ ഒന്നാണ് സിദ്ധമരുത്വം വളർത്തുക എന്നത്. ആ 5 കാര്യങ്ങളെ പറ്റിയും നടുവാറ്റിൽ നട്ടാറ്റീശ്വരർ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അഗസ്ത്യർ തെന്തിശിയിലുള്ള പൊതികമലയിലേക്ക് വന്നതും ഭൂമിയുടെ സന്തുലനാവസ്ഥ ശരിയായി. അതിനുശേഷം അദ്ദേഹം തമിഴ് കടവുളായ മുരുകനിൽ നിന്ന് തമിഴ് വ്യാകരണം പഠിച്ച് അഗസ്ത്യം എന്ന വ്യാകരണ പുസ്തകം രചിച്ചു. അതിനുശേഷം മനുഷ്യർ രോഗമില്ലാതെ ദീർഘായുസോടെ വാഴാൻ മരുത്വത്തിൽ ഗവേഷണം ചെയ്യുന്നതിനായി നല്ലൊരു ഇടം നോക്കി പുറപ്പെടവേ അനേകം മൂലികച്ചെടികളും അരുവികളും കൊണ്ട് ശാന്തസുന്ദരമായി വിളങ്ങുന്ന തോരണമലയുടെ ഭംഗി അദ്ദേഹത്തെ ആകർഷിച്ചു. തിരുക്കുട്രാല മലയിലുള്ള ത്രികൂടപതി എന്ന ശിവജ്ഞാനപീഠം പഞ്ചഭൂതങ്ങൾ സമനിലയായ പുണ്യസ്ഥലമായതിനാലാണ് അവിടെ അപൂർവ മൂലികകൾ വളരുന്നത്. അതിനടുത്താണ് തോരണമല. തോരണമലയിലെത്തിയ അഗസ്ത്യർ ശ്രീമുരുകനെ വണങ്ങി തേരയർ എന്ന സിദ്ധരടക്കമുള്ള അനേകം ശിഷ്യന്മാരോടൊപ്പം മരുത്വ ഗവേഷണം ആരംഭിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മരുത്വം ഈ കാലഘട്ടത്തിൽ ഉള്ളതുപോലെയല്ല. മണ്ണ് മുതൽ വിണ്ണ് വരെയുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനായി മനസ്സിലാക്കിയെങ്കിലേ ഒരാൾ വൈദ്യനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യർ അതിനായി മരുത്വത്തുറയിൽ താൻ ഗ്രഹിച്ച ജ്ഞാനമത്രയും 1,24,000 ഗ്രന്ഥങ്ങളാക്കി പിരിച്ചു. മരുത്വം എന്ന വിഭാഗത്തിൽ ഗവേഷണം നടത്താൻ ശിഷ്യന്മാരെ അഗസ്ത്യർ പല വിഭാഗമായി നിയമിച്ചു. പാഠ്യഭാഗങ്ങളിൽ തമിഴ് മൊഴി വ്യാകരണമാണ് ആദ്യ പാഠം. തുടർന്ന് കണക്ക്, രസതന്ത്രം, വാനശാസ്ത്രം, ഭൂമിശാസ്ത്രം, സസ്യശാസ്ത്രം, രസവിദ്യകൾ, ജ്യോതിഷം, നാഡീശാസ്ത്രം, ജന്തുശാസ്ത്രം, മൂലികകളെ പറ്റിയുള്ള പഠനം, അതിൻ്റെ അനുഭവ പാഠങ്ങൾ, മരുത്വ ചികിത്സാ മുറകൾ, തൈലലേഖ്യമുറകൾ, കൃമിനാശിനി, വിഷമകറ്റും മുറ, കുഞ്ഞുങ്ങൾക്കുള്ള വൈദ്യം, വാതപിത്ത കഫ രക്ത നാഡീഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സ, ചർമ്മം, എല്ല്, പല്ല്, ചെവി, കണ്ണ്, മൂക്ക് എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിലെ 4448 അസുഖങ്ങൾക്കുമുള്ള ചികിത്സാമുറ പഠിപ്പിക്കുന്ന സർവകലാശാലയായി തോരണമല വിളങ്ങി. ചൈന, ജപ്പാൻ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നും അഷ്ടസിദ്ധിയുള്ള സിദ്ധന്മാർ വായുവിലൂടെ സഞ്ചരിച്ച് ഈ മരുത്വ പാഠശാലയിൽ പഠിക്കാനെത്തിയതായാണ് പറയുന്നത്. ഈ പാഠ്യപദ്ധതി 6 വർഷം, 12 വർഷം, 18 വർഷം, 30 വർഷം എന്നിങ്ങനെ വിഭജിച്ചിരുന്നതായി
താമ്രഭരണി മഹാത്മ്യം എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. 6 വർഷം പഠിച്ചിറങ്ങിയവർ പണ്ഡിത വൈദ്യമണി, 12 വർഷത്തെ കോഴ്സ് ജയിച്ചവർ വൈദ്യകേസരി, 18 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങിയവർ വൈദ്യ പണ്ഡിത ശിരോന്മണി, 30 വർഷത്തെ കോഴ്സ് ജയിച്ചവർ വൈദ്യ പണ്ഡിത നാദമണി എന്നിങ്ങനെയുള്ള പദവികൾ നൽകിയതായി അഗസ്ത്യ വൈദ്യ പഞ്ചാക്ഷര വേദാന്ത സൂത്രം എന്ന പുസ്തകത്തിൽ പറയപ്പെടുന്നു. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ സിദ്ധവൈദ്യന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സിദ്ധമരുത്വ പാഠശാലകൾ ആരംഭിച്ചു. ഇതിൽ തമിഴ്നാട്ടിൽ മരുതമല, കൊല്ലിമല, തിരുആവിനംകുടി, പൊതികമല എന്നിവിടങ്ങൾ പ്രധാനപ്പെട്ടത്. അപൂർവ മൂലികകളാൽ അഗസ്ത്യ മഹർഷി മസ്തിഷ്ക ശസ്ത്രക്രിയ തോരണമലയിൽ നടത്താനുള്ള കാരണം ഇതാണ്. അഗസ്ത്യ മഹർഷിയുടെ പല ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പൊന്നുരംഗൻ എന്ന 18 സിദ്ധന്മാരിൽ ഒരാളായ രാമദേവർ. ജന്മന ഊമയായ ആ ബാലന്റെ ജ്ഞാനത്തെപ്പറ്റി മനസ്സിലാക്കിയ അവ്വയാർ പൊന്നുരംഗനെ ചെറുപ്രായത്തിൽ തന്നെ അഗസ്ത്യരുടെ അടുത്ത് ഗുരുകുലവാസത്തിന് അയച്ചു. അഗസ്ത്യരുടെ ശിക്ഷണത്തിൽ മൂലികമരുത്വം പഠിച്ച് അദ്ദേഹത്തിന് സഹായിയായി രാമദേവർ കഴിഞ്ഞുവന്നു. അങ്ങനെയിരിക്കെ കാശിവർമ്മൻ എന്ന രാജാവിന് തീരാത്ത തലവേദന. രാജവൈദ്യമെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ട അദ്ദേഹം അഗസ്ത്യരുടെ അടുത്തു വന്നു. അഗസ്ത്യർ നാടി പിടിച്ചു നോക്കി കാര്യം മനസ്സിലാക്കി. രാജാവ് ഉറങ്ങിയ നേരത്ത് ഒരു തേരെ, അതായത് തവളക്കുഞ്ഞ്, രാജാവിന്റെ മൂക്കിലൂടെ കയറി തലയോട്ടിക്കുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതാണ് തലവേദനയ്ക്കുള്ള കാരണം. തേരയെ എടുത്ത് വെളിയിൽ കളഞ്ഞാലല്ലാതെ തലവേദന മാറില്ല. അതിന് മസ്തിഷ്ക ശസ്ത്രക്രിയ അത്യാവശ്യം. മന്നൻ ഭയക്കുമെന്ന് വിചാരിച്ച് അഗസ്ത്യർ ആദ്യം ഇക്കാര്യം പറഞ്ഞില്ലെങ്കിലും രാജാവിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് അഗസ്ത്യർക്ക് നിജസ്ഥിതി വെളിവാക്കേണ്ടി വന്നു. തലയോട് പൊളിച്ചെടുത്താൽ പിന്നെ ജീവൻ കാണുമോ എന്ന് രാജാവ് ഭയന്നു. പക്ഷേ ഒരു വേദനയും അറിയിക്കാതെ തന്നെ തേരയെ വെളിയിലെടുത്തു കളയാമെന്ന് അഗസ്ത്യർ രാജാവിന് ഉറപ്പുകൊടുത്ത് പിറ്റേന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്കുള്ള തീയതി നിശ്ചയിച്ചു. അഗസ്ത്യ മഹർഷി ആദ്യം സമോഹിനി എന്ന മൂലികയാൽ മന്നനെ മയക്കിക്കിടത്തി. ഇക്കാലത്തെ അനസ്തേഷ്യയായി ആ മൂലിക പ്രവർത്തിച്ചിരിക്കാം. പിന്നീട് തലയോട്ടിയെ ചുറ്റി ഒരു പ്രത്യേകതരം മെഴുക് തടവിയതും തലയോട്ടി തുറന്നു. അപ്പോഴതാ ഒരു കുഞ്ഞു തവള തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ തേരയെ വെളിയിലെടുക്കാൻ സ്വല്പം പ്രയാസം നേരിട്ടു. ആ തവള തലച്ചോറിലേക്ക് കുതിച്ചാൽ മന്നന് ബുദ്ധിസ്വാധീനമില്ലാതാവുമല്ലോ എന്ന് ചിന്തിച്ച് കൊടിൽ കൊണ്ട് തവളയെ എടുക്കാൻ അഗസ്ത്യർ ആലോചിക്കവേ ശിഷ്യനായ രാമദേവർ ഒരു വായ്വട്ടമുള്ള മൺപാത്രത്തിൽ നിറയെ വെള്ളം കൊണ്ടുവന്ന് തവള കാണും വിധം അരികത്ത് വെച്ച് അതിൽ കൈയിട്ടടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. വെള്ളത്തിന്റെ സ്വരം കേട്ട തേരെ ഉടനെ പാത്രത്തിലെ വെള്ളത്തിലേക്ക് തുള്ളി കുതിച്ചതും അഗസ്ത്യർ സന്താനകരണി മൂലിക കൊണ്ട് തലയോട് ഒട്ടിച്ചു. പിന്നീട് സഞ്ജീവി മൂലികയാൽ മന്നനെ മയക്കത്തിൽ നിന്നുണർത്തി. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. രാമദേവരുടെ അവസരോചിതമായ ഇടപെടലിൽ മനസ്സ് നിറഞ്ഞ അഗസ്ത്യർ അദ്ദേഹത്തിന് സംസാരശേഷി കൊടുത്ത് ഇനി നീ തേരയർ എന്നറിയപ്പെടും എന്ന് ആശീർവദിച്ചു. തോരണമല ഒരു ആശുപത്രി എന്നതിന് തെളിവായി വേറൊരു കഥയും നിലവിലുണ്ട്. ഒരു പ്രാവശ്യം മധുര ഭരിച്ചിരുന്ന കൂൺ പാണ്ഡ്യൻ ജന്മന തന്റെ മുതുകിലുണ്ടായിരുന്ന കൂന് ശരിയാക്കാൻ വല്ല വിദ്യയുമുണ്ടോ എന്ന് അഗസ്ത്യരോട് ചോദിച്ചു. അതിനുള്ള മൂലികകൾ മഴക്കാലത്തിൽ തളിർക്കുമ്പോൾ വൈദ്യം ചെയ്യാം എന്ന് അഗസ്ത്യരും സമ്മതിച്ചു. മഴക്കാലം എത്തിയപ്പോൾ അവയെല്ലാം പറിച്ച് തേരയരുടെ ഉത്തരവാദിത്വത്തിൽ മരുന്ന് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. അഗസ്ത്യരുടെ മേൽനോട്ടത്തിൽ തേരയർ കുടിലിൽ അടുപ്പിൽ മരുന്ന് കാച്ചിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അഗസ്ത്യരെ കാണാൻ കുറച്ചുപേരെത്തി. അഗസ്ത്യർ അവരോടൊപ്പം മുറ്റത്തേക്കിറങ്ങി നിന്ന് സംസാരിച്ചു. പെട്ടെന്ന് കുടിലിന്റെ മേൽക്കൂരയിലെ വളഞ്ഞിരുന്ന മുളകൾ പടപട ശബ്ദത്തോടെ നിവർന്നു. താൻ കാച്ചിക്കൊണ്ടിരുന്ന മരുന്നിന്റെ നീരാവി തട്ടിയാണ് വളഞ്ഞിരുന്ന മുളകൾ നിവർന്നത് എന്ന് മനസ്സിലാക്കിയ തേരയർ മരുന്ന് പാകമായത് മനസ്സിലാക്കി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. ഉടനെ അഗസ്ത്യരോട് കാര്യങ്ങൾ പറഞ്ഞു. അഗസ്ത്യർ ശിഷ്യന്റെ ദീർഘവീക്ഷണത്തെയും ഏകാഗ്രതയെയും പ്രശംസിച്ചു. ഉടനെ കൂൺപാണ്ഡ്യനെ വരുത്തി മരുന്ന് മുതുകിൽ തടവിയതും കൂന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അന്നു മുതൽ തേരയർ അഗസ്ത്യരുടെ പ്രഥമ ശിഷ്യനായി. കുറച്ചുകാലം തേരയരോടൊപ്പം അവിടെ തങ്ങിയ ശേഷം അഗസ്ത്യർ പൊതികമലയിലേക്ക് പുറപ്പെട്ടു. തേരയർ സിദ്ധർ തോരണമലയിൽ ജനങ്ങളുടെ രോഗം മാറ്റിക്കൊണ്ട് താമസിച്ചു. അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് തോരണമല മുരുകൻ എന്നാണ് വിശ്വാസം. അദ്ദേഹം 21 മരുത്വ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 700 വർഷം തോരണമലയിൽ തപസ്സിരുന്ന് അവിടെ തന്നെ അദ്ദേഹം സമാധിയടഞ്ഞു. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം തോരണമലയിൽ ഇന്നും ഭക്തർക്ക് ദർശിക്കാം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തോരണമലയെപ്പറ്റിയും മുരുകനെപ്പറ്റിയും ആരും ശ്രദ്ധിക്കാതെ കാലം കടന്നുപോയി. അങ്ങനെയിരിക്കെ മുത്തുമാലപുരം എന്ന ഗ്രാമത്തിലുള്ള പെരുമാൾ എന്നയാളുടെ സ്വപ്നത്തിൽ ശ്രീമുരുകൻ പ്രത്യക്ഷപ്പെട്ട് താൻ തോരണമലയിലെ സുനയിലുണ്ടെന്നും തന്നെ എടുത്ത് പ്രതിഷ്ഠിക്കണമെന്നും അറിയിച്ചു. പിറ്റേന്ന് പെരുമാൾ നാട്ടുകാരെയെല്ലാം വിളിച്ചുകൊണ്ട് ഭഗവാൻ സ്വപ്നത്തിൽ അറിയിച്ച തോരണമലയിലെ തീർത്ഥത്തിൽ തേടിയപ്പോൾ ശ്രീമുരുകന്റെ വിഗ്രഹം കിട്ടി. 1928 മലയിലെ ഗുഹയിൽ പിന്നീട് പ്രതിഷ്ഠിച്ചതായാണ് ചരിത്രം. അവരുടെ പിൻതലമുറയിൽപ്പെട്ട ആദിനാരായണൻ എന്ന അധ്യാപകൻ ക്ഷേത്രത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്തതോടൊപ്പം ഈ കോവിൽ പ്രബലമാക്കുന്നതിനായി തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലയിലുള്ള 150-ൽ പരം സിനിമാ തിയേറ്ററുകളിൽ തോരണമലയെക്കുറിച്ച് സ്ലൈഡ് ഷോ ഇട്ടു. ഒരു കോവിലിന്റെ പരസ്യമായി തിയേറ്ററിൽ സ്ലൈഡ് ഷോ കാണിച്ച ചരിത്രം വേറെയില്ല. ഇത് കണ്ട് ജനങ്ങൾ തോരണമലയിലേക്കെത്തി. ആദ്യകാലത്ത് രാജാക്കന്മാരാൽ പാറകളിൽ ചെതുക്കപ്പെട്ട പടികളെല്ലാം തേഞ്ഞുമാഞ്ഞു പോയിരുന്നു. പിന്നീട് ഭക്തജനങ്ങളോടൊപ്പം ചേർന്ന് തോരണമലയിലേക്ക് മനോഹരമായ വൃത്തിയുള്ള പടിക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടു. നല്ലൊരു പുസ്തകശാലയും ഉദ്യോഗാർത്ഥികൾക്കായുള്ള പരിശീലനങ്ങളും ഉച്ചയ്ക്ക് അന്നദാനവും ക്ഷേത്രത്തിന്റെ വകയായുണ്ട്.
തോരണമല അടിവാരത്തിലുള്ള വല്ലഭ ഗണപതി കോവിലും പടികൾക്കരികിലുള്ള ബാലമുരുകൻ കോവിലും ശിവൻ, കൃഷ്ണൻ, ലക്ഷ്മി, സരസ്വതി, നാഗർ, സപ്തകന്യകകൾ, കന്നിമാരിയമ്മൻ, നവഗ്രഹ സന്നിധികൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച ശേഷം ഭക്തർ മല കയറുന്നു. നായ്ക്കർ രാജാക്കന്മാരുടെ പിന്മുറയിൽ വന്ന വെങ്കലവൻ മലക്കോവിലിൽ ഭഗവത് വഴിപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം. ഏകദേശം 3/4 മണിക്കൂർ എടുക്കും മലകയറ്റത്തിന്. പടികൾക്കിടയിൽ ഭക്തർക്ക് വിശ്രമിക്കാനായി അരുണഗിരിനാഥർ മണ്ഡപം, നക്കീരർ മണ്ഡപം, തേരയർ മണ്ഡപം, അഗസ്ത്യർ മണ്ഡപം, ബാലൻ ദേവരായർ മണ്ഡപം, ഔവ്വയാർ മണ്ഡപം എന്നിങ്ങനെ മണ്ഡപങ്ങളുമുണ്ട്. മധ്യാഹ്നം 3 മണിക്ക് ശേഷം മലക്കോവിലേക്ക് പോകാൻ ഭക്തർക്ക് അനുമതിയില്ല. തേരയർ മണ്ഡപത്തിനടുത്ത് ഒരു ഗുഹയുണ്ട്. അത് തേരയരുടെ സമാധി സ്ഥലമായി കണക്കാക്കി ഭക്തർ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നു. അഗസ്ത്യർ മണ്ഡപത്തിനടുത്തുള്ള ലക്ഷ്മി തീർത്ഥത്തിൽ ഭക്തർക്ക് നീരാടാനുള്ള സൗകര്യമുണ്ട്. ഔവ്വയാർ മണ്ഡപത്തിനടുത്ത് ശിവലിംഗവും ഒരു വറ്റാത്ത തീർത്ഥവും സിദ്ധന്മാർ മൂലിക മരുന്ന് തയ്യാറാക്കിയ പല കുഴികളും കാണാം. പ്രധാന സന്നിധിക്ക് എതിരിലായി ഭദ്രകാളിയമ്മൻ കോവിൽ. അവിടെ പ്രാർത്ഥിച്ച ശേഷം മുരുകനെ ദർശിക്കണമെന്നതാണ് വിധിമുറ. വഴിയിൽ ശ്രീമുരുകന്റെ പാദം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശ്രീരാമപാദമാണെന്നും ഭക്തന്മാർക്കിടയിൽ തർക്കമുണ്ട്. അങ്ങനെ പറയാൻ കാരണം രാമായണത്തിൽ വനവാസകാലത്ത് മാരീചൻ മാനായി വന്ന് സീതാദേവിയെ പ്രലോഭിപ്പിച്ചപ്പോൾ ശ്രീരാമൻ മാനിനെ തുരത്തിപ്പോയതും ആ മാൻ മറഞ്ഞ ഇടമായ മായമാൻ കുറിച്ചി, മാൻ തലകീഴായി പാഞ്ഞ ഇടം കുത്തരെ പാഞ്ചാൻ എല്ലാം തിരുനെൽവേലി ഭാഗത്തുണ്ട്. ആലങ്കുളം തെങ്കാശി റൂട്ടിലുള്ള ശ്രീരാമക്ഷേത്രമുള്ള മലയുടെ പേര് ഒക്കനിൻറാൻ പൊത്തെ എന്നാണ്. ശ്രീരാമൻ മാനിനെ തേടി വന്നപ്പോൾ ചരിഞ്ഞു നിന്ന് മാനിനെ നോക്കിയ ഇടം. ഈ മലയ്ക്ക് കീഴെ ഓടുന്ന അരുവി മൂക്കറുത്തൻ ഓടെ. ഇത് രാവണന്റെ സഹോദരി ശൂർപ്പണഖയുടെ മൂക്കറുത്ത ഇടം. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പേ അത്രി മഹർഷി അനസൂയയോടൊപ്പം പർണശാല നിർമ്മിച്ച് തപസ് ചെയ്ത ഈ ഇടത്തിലാണ് അനസൂയ സീതാദേവിക്ക് മുത്തുമാല നൽകിയത്. രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ മുത്തുകൾ സീതാദേവി ഒന്നൊന്നായി താഴെയിട്ടത് അടയാളം കണ്ടാണ് ഹനുമാൻ ലങ്കയിലെത്തുന്നത്. ഈ മുത്തു വീണ ഇടത്തിൽ മുത്തുമാലയമ്മൻ ക്ഷേത്രമുണ്ട്. അതേപോലെ ജഡായു രാവണനുമായുള്ള പോരിൽ വീണ ജഡായു തീർത്ഥം, വാനരസേനയിലെ കുരങ്ങുകൾ അണിയണിയായി നിന്ന ഇടം കുരങ്ങണി എന്നിവയെല്ലാം ഇവിടെ ഉള്ളതിനാൽ ഇത് ശ്രീരാമപാദം തന്നെയാണെന്നാണ് ഭക്തന്മാരുടെ ഭാഷ്യം. ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിയിൽ ഗുഹകോവിലിൽ ശ്രീമുരുകൻ ഏകനായി ഏകമുഖത്തോടെയും ഇരു കൈകളോടെയും കയ്യിൽ വേലോടെ മയിൽവാഹനായി ബാലമുരുകനായി അനുഗ്രഹം ചൊരിയുന്നു. ഈ ഭഗവാനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചു പോയാൽ രോഗനിവാരണം, ആഗ്രഹസ്ഥിതി തീർച്ചയാണ്. പ്രധാന സന്നിധിക്ക് ഇടതുഭാഗത്തുള്ള വറ്റാത്ത തീർത്ഥത്തിൽ നിന്നാണ് മുരുകന് അഭിഷേകത്തിനും നൈവേദ്യത്തിനും ജലമെടുക്കുന്നത്. വലതുഭാഗത്തും ചെറിയൊരു തീർത്ഥമുണ്ട്. ക്ഷേത്രത്തിൽ ഉച്ചകാല പൂജ ഗംഭീരമായി നടക്കുന്നു. രാവിലെ 5:30 മണിക്കുള്ള പൂജയും തമിഴ് മാസത്തിന്റെ അവസാന വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന വർണ്ണകലശ പൂജയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. ആഗ്രഹസിദ്ധി പ്രദാനം ചെയ്യുന്ന പൂജയാണിത്. ആദ്യകാലത്തിൽ വ്യവസായ അഭിവൃദ്ധിക്കായി നടത്തിയ പൂജയായിരുന്നു ഇത്. മല ഉച്ചിയിലേക്ക് ഭക്തർക്ക് കയറുന്നതിന് അനുമതിയില്ല. തൈപ്പൂയം, ശ്രീമുരുകന്റെ തിരുക്കല്യാണം, കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനം. മലക്കോവിൽ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയും, കീഴ്ക്കോവിൽ രാവിലെ 8 മണി മുതൽ 10 വരെയും, വൈകുന്നേരം 2 മണി മുതൽ 6 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തെങ്കാശിയിൽ നിന്ന് 15 കിലോമീറ്റർ, കടയത്ത് നിന്ന് 9 കിലോമീറ്റർ, കുട്രാലത്ത് നിന്ന് 16 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കീഴക്കടയം, രാവണസമുദ്രം, തെങ്കാശി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.